സീറ്റ് എങ്ങോട്ടാ മാറ്റി? ഞാൻ കണ്ടില്ല വാർത്ത. മഞ്ചേശ്വരം MLA. അതല്ല, മഞ്ചേശ്വരത്ത് കാസർഗോഡ് എത്തി. മംഗലാപുരത്തേക്ക് മാറ്റിയിട്ടില്ലല്ലോ. കുഴപ്പമില്ല, എവിടെ ഇരുന്നാൽ മതിയല്ലോ. മാറ്റാവുന്നതിന് ഏറ്റവും അവസാനമാണല്ലോ, കേരളത്തിന്റെ ഒരു എന്താണല്ലോ, കുഴപ്പമില്ല. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷ നിരയിലേക്കാണ് ഇപ്പോൾ സ്ഥാനമാറ്റം ഉണ്ടായിരിക്കുന്നത്. അല്ല, എന്നെ CPM ഭരണപക്ഷത്ത് നിന്ന് എന്താ പറയാ പ്രതിപക്ഷത്തേക്ക് എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാൻ അതിന്റെ മധ്യസ്ഥ നിലപാടായിരിക്കും, മധ്യസ്ഥ സീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത പാർലമെന്ററി പാർട്ടിക്ക് CPM-നുണ്ടെങ്കിൽ നോക്കാം. നമുക്ക് അവിടെ ഇരിക്കണോ വേണ്ടേ എന്നുള്ളത് നിയമ വിദഗ്ധരുമായി ഞാൻ അന്വേഷിക്കട്ടെ, എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന്. അതിന്റെ സെപ്പറേറ്റ് സീറ്റ് വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കത്ത് കൊടുക്കും. സ്പീക്കർ എന്താ തീരുമാനിക്കുന്നത് നമുക്ക് ആലോചിക്കാം. അല്ല, ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല. ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലല്ലോ. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്നെ ഒരു ബ്ലോക്കാക്കി അവർ അനുവദിക്കുന്നത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് അന്വേഷിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടവരോട്. പിന്നെ നിയമസഭയിൽ ഇപ്പൊ നിലത്ത് തറയിൽ ഇരിക്കാമല്ലോ, നല്ല കാർപ്പറ്റ് ഉള്ളതാണ്. ഒരു തോർത്തം കൊണ്ട് കൊണ്ടുപോയാൽ നിലത്ത് വെച്ചിരിക്കാം. അല്ല, ഇനിയിപ്പൊ നമ്മളെ തറയിലിരിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പം അങ്ങനെ ഒരു വിഷമം നമ്മളെ സീറ്റിൽ കയറി ഇപ്പൊ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞതല്ല, ഞങ്ങളെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത്. അപ്പൊ ഇനിയിപ്പം കുറച്ച് വോട്ട് എന്റെ ഉണ്ടല്ലോ, ആ സ്ഥിതിക്ക് ചിലപ്പോൾ കസാലിരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവില്ല. എന്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ ആ തറയിൽ മുണ്ട് വിരിച്ചിരിക്കാനുള്ള യോഗ്യതയില്ലായിരിക്കുള്ളൂ. അങ്ങനെ ഇരുന്നോളാം. താങ്കൾക്കെതിരെ നിരന്തരമായിട്ട് കേസുകൾ വരുന്നുണ്ട്. ഒരു പരാതിക്കാരൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്നതാണ്. മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി താങ്കൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. വന്ന് മറുപടി കൊടുക്കാം. നിരന്തരമായ കേസ് വരുന്നുണ്ട്. നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഉറപ്പല്ലേ, കേസുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം സംസ്ഥാനത്താകെ കേസ് കൊടുക്കാൻ അവർ വളരെ വിദഗ്ധരുമായി സംസാരിച്ച് അതിന് ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് 100 കേസെങ്കിലും പ്രതീക്ഷിക്കാം. അതാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. ഞാൻ ഇപ്പം LLB ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വാദിക്കാമല്ലോ. അപ്പൊ അത് LLBന്റെ വല്ല ഷോർട്ട് ടേം കോഴ്സ് ഒരു കൊല്ലം കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഒരു വക്കീലെ തിരഞ്ഞെടുക്കണ്ടല്ലോ. അപ്പൊ ആ ഒരു ആലോചന കൂടെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 9-ാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെ SOG കമാൻഡറിൽ പരാതി കൊടുത്ത് പഞ്ചായത്ത് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ അന്ന് വാർത്താ സമ്മേളനം നടത്തി ഇത്രയും ദിവസം അതിൽ പരാതിയില്ല, കേസും ഇല്ല. ഇന്നലെ മാത്രം കേസ് കൊടുക്കുന്നു. അപ്പൊ അതിനുള്ള അസ്വാഭാവികത എല്ലാം അസ്വാഭാവികമല്ലേ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെ 2 ആളുകളെ ഞാൻ ഈ സമൂഹത്തിന് മുമ്പ് പത്രക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അവർ സ്വർണം കൊണ്ടുവന്നവരും അതിന് എങ്ങനെയാണ് പോലീസ് അടിച്ചു മാറ്റിയത്. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കല്ല ചെയ്തത്. ആ കുടുംബം ഉൾപ്പെടെ കേരളത്തിലെ സമൂഹത്തോട് ഞങ്ങൾ ഇങ്ങനെ കൊടുന്നു, ഇങ്ങനെ പോലീസ് ചെയ്തു. ആ കുടുംബം, ആ വ്യക്തികളെ, ആ 2 വ്യക്തികളുടെ അടുത്ത് പോയിട്ട് പോലും ഇതുവരെ ഈ പറയുന്ന SIT അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പൊ അത് പ്രഹസനായി പോകുന്നു. ഇപ്പൊ എന്റെ പേരിൽ കേസെടുക്കാൻ എന്താ മാർഗം? SIT ഉൾപ്പെടെ കേരളത്തിലെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കേസെടുക്കട്ടെ എന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഹൈക്കോടതിയുടെ മുന്നിൽ ഇതൊക്കെ വരുന്നുണ്ട്, അവർ കാണുന്നും കേൾക്കുന്നുണ്ട്. അവരും ബഹുമാനപ്പെട്ട കോടതികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ആ നീതിപീഠത്തിന്റെ മുന്നിൽ ഞാൻ പോകും. ഞാൻ പറയാനല്ലേ പറയും, ജനങ്ങളോട് ആദ്യം പറയും. പിന്നെ അതിന്റെ ലീഗൽ ആക്ഷൻ ബഹുമാനപ്പെട്ട കോടതിയിലാണ്. ആ പണിയിലേക്ക് ഞാൻ നീങ്ങുമല്ല, എന്ത് ചെയ്യാൻ പറ്റും? അല്ലല്ല, ഞാൻ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന കേസിന്റെ പറഞ്ഞത്. മറ്റേ കേസിൽ ചില തടസ്സങ്ങളുണ്ട്. കാരണം ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതി സ്വാഭാവികമായിട്ടും ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് അതിൽ കാര്യമായിട്ട് പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നോക്കാം എന്നാണ് ലീഗൽ അഡ്വൈസ് കിട്ടിയിരിക്കുന്നത്. അല്ല, അത് പഠിച്ചേ പറയാൻ പറ്റും. നമ്മൾ ഓടിപ്പോയി
എഫ്ഐആർ ക്വാഷ് ചെയ്യണം എന്ന് പറയുന്നത് എന്താ പറയാ, അതിന്റെ ലീഗാലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യും. കോടതിയിൽ ബോധ്യപ്പെടുന്ന കേസ് നടക്കണം. പി ശശിയുടെ വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. നോട്ടീസ് കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം വക്കീൽ നോട്ടീസ് പോയി നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോകണം. അത് എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് കാണുന്നത്? അല്ല, അതിന് മറുപടി കൊടുക്കും. അതിന് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ട് നേരിടും. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ തയ്യാറില്ല. ഞാൻ കൊടുത്ത പരാതി പാർട്ടിക്കാണ്. പാർട്ടി ആ കൊടുത്ത കവറൊന്ന് പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പൊട്ടിച്ചു നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും പാർട്ടി സെക്രട്ടറി പി ശശിക്കെതിരെ അൻവർ തന്ന പരാതിയിൽ കഴമ്പില്ല എന്ന് ഒരിക്കലും പറയില്ല. അത് കഴമ്പുണ്ട് എന്ന് കേരളത്തിലെ കോടാനക്കോടി ജനങ്ങൾ ഒരു ഘട്ടത്തിൽ എനിക്കത് പുറത്ത് വിടിയിച്ചു. അവര് ജനങ്ങളും സഖാക്കളും പരിശോധിച്ചുകൊണ്ടിരിക്കില്ലേ. അതങ്ങനെ പോട്ടെ. ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. തിങ്കളാഴ്ച ചിലപ്പോൾ പ്രയാസമായിരിക്കും. കാരണം ഞായറാഴ്ച നമ്മുടെ ഈ സമ്മേളനം കഴിഞ്ഞ് രാത്രി വൈകി പോകാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം സമ്മേളനത്തോടു കൂടി ഇത് അവസാനിക്കല്ലല്ലോ. സമ്മേളനത്തോട് കൂടിയിട്ട് ഈ പാർട്ടിയുടെ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പോലീസ് ആൻഡ് അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിൽക്കേണ്ടി വരും. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച അതിൽ പതിവ് വഹിക്കാൻ സ്വാഭാവികമായിട്ട് സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നിയമോപദേശം നോക്കിയിരുന്നോ? അല്ല, അത് പരിശോധിച്ചുകൊണ്ടിരിക്കണം. രണ്ട് ആംഗിൾ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് നോക്കാം നമുക്ക്. ഇപ്പോഴും താങ്കൾക്കെതിരെ ഇന്നലെ ഉൾപ്പെടെ ഭീഷണി മുദ്രാവാക്യം തുടരുകയാണ് ഒരു കാണുന്നത്. അല്ല, ഈ ഭീഷണി മുദ്രാവാക്യം അത് അവര് അച്ചടിച്ച് ഈ പാവപ്പെട്ട സഖാക്കളെ കൊണ്ട് അത് മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കുന്നില്ല. അപ്പൊ അത് എനിക്ക് ഈ പാവപ്പെട്ട സഖാക്കൾ അതിനു വേണ്ടി വിടുന്നവരോട് പറയാനുള്ളത്, എന്റെ മേലേക്ക് എടുത്താൽ ഞാൻ തിരിച്ചടിക്കും. അതിന് യാതൊരു തർക്കമില്ല. അപ്പം ഈ പറഞ്ഞു വിടുന്നവരെ മേലേക്കല്ല പോവുക. ഈ മുദ്രാവാക്യം വിളിക്കുന്നവരും എന്നെ മെക്കെട്ട് കയറാൻ വരുന്നവരല്ല. ഇതിനെ പറഞ്ഞു വിടുന്നൊരു ടീമുണ്ട് കേരളത്തിൽ. ഇതിങ്ങനെ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം അതാ. ആ എന്നെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു വരുന്നവരുടെ തലക്കാണ് ആദ്യം അടിക്കേണ്ടത്. അതെന്നെ കൊന്നാലും അടിക്കാനും അതിന്റെ സംവിധാനം ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ട് ആ രീതിയിൽ പോകാൻ കഴിയുന്നത് ആരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കാണാം. അന്ന് ചിലപ്പോൾ ഇത് പറയാൻ ഞാനുണ്ടാവില്ല. പക്ഷെ അന്ന് നിങ്ങളിത് പറയണം. മനസ്സിലായില്ലേ? ഇങ്ങനെ പി വി അൻവർ പറഞ്ഞിരുന്നു. ഇത് വെള്ളരിക്ക പട്ടണം എന്നല്ല. വെള്ളരിക്ക പട്ടണത്തിൽ ഒരു പലതും കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. ആ ദമ്മം വെച്ച് എന്റെ നെഞ്ചത്തേക്ക് വരാൻ നിൽക്കണ്ട. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും തന്നെയാണ് PR ഏജൻസിക്കുള്ള കത്ത് പോയത് എന്നും ഈ അധികമായി എഴുതി ചേർത്ത് കൊടുത്തത് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ രണ്ട് പ്രമുഖരാണെന്ന് പറഞ്ഞു. അതാണെന്ന് താങ്കൾക്ക് വല്ല അറിവുണ്ട്? ആര് പ്രമുഖർ എന്ന് പറയുന്ന ADGP അജിത് കുമാറും ഈ പറയുന്ന പി ശശി അല്ലാതെ ആരാ? ADGP അജിത് കുമാർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലല്ലോ. മുക്കാഭാഗം സമയം എവിടെയാ? ഈ ശശിന്റെ ക്യാബിനിലാണ്. അവരായിരിക്കും. അങ്ങനെ പറ്റി കാണാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഒപ്പിക്കുന്ന അവരല്ലേ. ഇതും അവരല്ലാതെ വേറെ ആരും ഒപ്പിക്കാനാ? ഇനി വേറെ ആരും ഉണ്ടോന്നുള്ളത് അന്വേഷിക്കാതെ ഇപ്പൊ അന്വേഷണം ഒന്നുമില്ലല്ലോ. അവർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തു കഴിഞ്ഞല്ലോ. പെട്ടെന്ന് ക്ലീൻ ചീറ്റ് കൊടുക്കണം. ഇപ്പോ ഇന്നലെ 3 അന്വേഷണം പറഞ്ഞു. ഇന്റലിജൻസ് അന്വേഷണം നടക്കും. ഈ ഇന്റലിജൻസ് ADGPയുടെ കീഴിലാണ് ആര്? ഈ അങ്കിത് അശോകൻ. ഈ പൂരം കലക്കാൻ ADGP ഏൽപ്പിച്ച വ്യക്തി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ട് ഇപ്പൊ ഇരിക്കുന്നത് ഇന്റലിജൻസിലാണ്. ഈ ADGPയുടെ താഴെയാണ് ഈ അങ്കിത് അശോകൻ. ഈ അങ്കിത് അശോകനാണ് ഇനിയിപ്പോ എന്ത് മുഖ്യമന്ത്രി പറഞ്ഞ 3 അന്വേഷണത്തിൽ ഒരു അന്വേഷണം എന്താ? ഗൂഢാലോചന. ആ ഗൂഢാലോചന അന്വേഷിക്കുന്നത് ഈ അങ്കിത് അശോകനാ. ഷാറല്ലേ? ഇത് വെള്ളരിക്ക പട്ടണം. വേറെ വെള്ളരിക്ക പട്ടണം നമുക്കറിയുന്നു. വേറെ വല്ല എന്താ പട്ടണം ഉണ്ടോന്ന് അറിയില്ല. കാരണം ഇത് വെള്ളരിക്ക പട്ടണത്തിന്റെ നിലവാരത്തിന് പുറത്താണിത്. അതെ, പൂരം കലക്കിയ അങ്കിത്തിനെ താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അതിന്റെ പീരീഡ് റിസൾട്ട് കഴിഞ്ഞപ്പോ അതിന്റെ പീരീഡ് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്ന ഇന്റലിജൻസ് ADGPന്റെ ഓഫീസിലാണ്. ആ ഇന്റലിജൻസ് ADGP ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ 3 പാല അന്വേഷണം. ആ 3ൽ ഒരാളാണ് ഈ പറയുന്ന അങ്കിത്. ADGP തൃശ്ശൂർ അങ്ങാടി കൂടെ തെണ്ടിയിടുന്നത് അന്വേഷിക്കില്ലോ. അതിനാണ് താഴെയുള്ള SP മാരും DYSP-മാരും CI-മാരൊക്കെ. അപ്പൊ ഈ വിഷയം നേരിട്ട് അന്വേഷിച്ചിട്ട് ADGPക്ക് റിപ്പോർട്ട് എടുക്കുക. ആ ടീമിനെ ആരാ നിയന്ത്രിക്കുക? ഗൂഢാലോചനയുടെ ഈ അങ്കിത് അശോകൻ. ഉഷാറായില്ലേ? നടക്കട്ടെ.
CBIക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. CBI യോഗത്തിൽ പറഞ്ഞു. അതായത് ADGP-യെ മാറ്റാം, ഉടൻ തന്നെ ഈ റിപ്പോർട്ട് വന്നപ്പോൾ മാറ്റാമെന്ന് ഇവരതാണ് ആശ്വസിച്ചിരിക്കുക. അല്ല, മാറ്റം 100% എനിക്ക് ഉറപ്പാണ്. ADGP അജിത് കുമാറിനെ ഈ റിപ്പോർട്ട് വരുന്നതോടുകൂടി ഈ ആഭ്യന്തര ചുമതലയിൽ നിന്ന് മാറ്റി വേറെ ചുമതലയിലേക്ക് അപ്പുറത്തേക്ക് ഇരുത്തും. ഓ, അത് മാറ്റി അപ്പുറത്തേക്ക് ഇരുത്തും. അതാണ് അടുത്ത നാടകം. അതുകൊണ്ടാണ് ഞാൻ 15-20 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സസ്പെൻഡ് ചെയ്യണമെന്ന്. ഇപ്പൊ എന്താ തൃശ്ശൂർ പൂരത്തിലുണ്ടായത്? ജനങ്ങൾ സമ്മർദ്ദം ചെലുമ്പോൾ പെട്ടെന്ന് DGP-യോട് വീണ്ടും അന്വേഷണം നടത്താൻ പറഞ്ഞു. വീണ്ടും DGP അന്വേഷിക്കുന്നു. ഇദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ട് അജിത് കുമാറിന്. ആ റിപ്പോർട്ടാണ് കൊടുത്തു. അപ്പൊ എന്തായി? സ്വാഭാവികമായിട്ട് ആ സ്പോട്ടിൽ എന്താ ചെയ്യേണ്ടത്? ഈ നാട്ടിൽ നടക്കുന്ന നീതി എന്താ? ഈ കേരളം പോട്ടെ, ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം ഒരു ഉത്തർപ്രദേശിലാണെങ്കിൽ നടക്കൂലല്ലോ ഈ കാര്യം. ഗുജറാത്തിൽ നടക്കുമോ? ഏറ്റവും എന്താ പറയാ ലോ ആൻഡ് ഓർഡർ മോശം എന്ന് നമ്മൾ പറയുന്ന ആ സംസ്ഥാനത്ത് പോലും നടക്കൂല. കാരണം അങ്ങനെ DGP ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇത് വലിയ സൊസൈറ്റിയിലും സ്റ്റേറ്റിലും വലിയൊരു ഇഷ്യൂ ആയി നിൽക്കുന്ന ഒരു വിഷയം. ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കള്ളക്കളി നടത്തി എന്നതാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ചുള്ള കുറ്റം. ചെറുതല്ല. അങ്ങനെ കുറ്റാരോപിതനായ ADGP-യെ DGP പെട്ടെന്ന് അന്വേഷിക്കാൻ CM-ന്റെ ഓഫീസിൽ നിന്ന് പറയുന്നു. DGP അന്വേഷിക്കുന്നു. അദ്ദേഹത്തിന് വീഴ്ച ഉണ്ടായി എന്ന റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പൊ എന്താ പറയാ, അതവിടെ കേട്ടെ, ഇനി അതിനെപ്പറ്റി വലിയൊരു അന്വേഷണം നടത്തുക. ഈ നാടകം തുടരട്ടെ. രാഷ്ട്രീയത്തിൽ എപ്പോഴും സ്വാധീനം ചെലുത്തുന്നവരാണ് സാമുദായിക സംഘടന. അവര് ഈ ഒരു വിവാദ വിഷയം ഉണ്ടായതിനു ശേഷം അങ്ങയുമായി സംസാരിച്ചിരുന്നു. അവരുടെ ഞാൻ ഒരു രാഷ്ട്രീയ നേതാവുമായി, ഒരു സാമൂഹിക നേതാവുമായി, ഒരു സാംസ്കാരിക നേതാവുമായി, ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് നേതാവുമായിട്ട് ഒന്നും ഞാൻ സംസാരിച്ചു. ഞാൻ ഇങ്ങനെ നിങ്ങളെ മുന്നിൽ ജനങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പറയപ്പെട്ട മനുഷ്യരൊക്കെ പെടുന്നത് കേൾക്കുന്നത്. ഞാൻ പബ്ലിക്കായിട്ട് ഈ 3.5 കോടി ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഒരാളോട് ഞാൻ സംസാരിച്ചിട്ടില്ല. അത് സംസാരിക്കേണ്ട ഘട്ടമാകുമ്പോൾ പൊളിറ്റിക്കലി അതിൻ്റെ ഒരു സ്റ്റേജ് ആകുമ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ. നിയമസഭയിൽ ഉന്നയിച്ച രക്തപ്രതിജ്ഞപ്പെട്ട പല ചോദ്യങ്ങളും ഒഴിവാക്കി എന്നൊരു ആരോപണം വരുന്നുണ്ട്. ചെയ്യപ്പെട്ടിരുന്നോ? താങ്കളുടെ ചോദ്യങ്ങളൊക്കെ മാറ്റിയിരുന്നോ? അല്ല, നക്ഷത്രചിഹ്നമിട്ട ചോദ്യം വന്നാൽ എന്താ സ്ഥിതി? സഭയിൽ അതിന് മന്ത്രിമാർ മറുപടി പറയണം. അപ്പോൾ നക്ഷത്ര ചിഹ്നമിട്ട് എന്ന് കാറ്റഗറിയിൽ ഒരു MLA കൊടുക്കുന്ന ചോദ്യത്തിന് അങ്ങനെ തന്നെയാണ്. അത് മാറ്റാനുള്ള അധികാരം സ്പീക്കറുടെ ഓഫീസിനില്ല. സ്പീക്കറുടെ ഓഫീസ് അത് വെട്ടിയിട്ട് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി അത് കടലാസ് പെട്ടിയിലാക്കിയിട്ട് സ്പീക്കറുടെ ഓഫീസിൽ ഈ മന്ത്രിമാരുടെ ഓഫീസിൽ വെക്കുന്ന രീതിയല്ല. നക്ഷത്ര ചിഹ്നമിട്ടുന്ന ചോദ്യം ഉന്നയിച്ചാൽ അത് സഭയിൽ വരണം. കൺസേൺഡ് മിനിസ്റ്റർ അതിന് ആൻസർ പറയണം. അത് ഒരു സാമാജികനുള്ള മിനിമം അധികാരമാണ്, അവകാശമാണ്. അതാണ് ഇപ്പൊ കാറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന പരാമർശമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മഞ്ചേരി പോലീസ്. അരീക്കോട് MSP-യുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ പരാമർശമാണ്. അതിനെ എനിക്കറിയില്ല. ഇനിയിപ്പോ പോലീസ് പറയുമ്പോഴല്ലേ അറിയുള്ളൂ എന്താണ് പരാതി എന്നറിയില്ല. കേസെടുത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. കേസുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒഫീഷ്യൽ സീക്രട്ട് ആക്ടും IT ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ഈ അരീക്കോട് ഒരു അതായത് ഒഫീഷ്യൽ സർക്കാരിന്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ വരട്ടെ, നമുക്ക് നോക്കാം. നമ്മളെന്ത് സീക്രട്ടാ പുറപ്പെട്ട് അവിടെ ഇവര് ഫോൺ ചോർത്തുന്നുണ്ട്. ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്. പേരടക്കം നിങ്ങൾക്ക് തന്നല്ലേ, അത് പരിശോധിക്കണം എന്നാ ഞാൻ പറഞ്ഞു. അപ്പൊ പരിശോധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസ്, അവിടെ ചോർത്തുന്നതിന്റെ പേരിൽ കേസില്ല. വളരെ നല്ല നീതിയല്ലേ? നോക്കാം നമുക്ക്. ഈ അന്വേഷണ റിപ്പോർട്ട് SIT-യുടെ അത് സമയം കഴിഞ്ഞു, അനുവദിച്ച സമയം കഴിഞ്ഞു. ഇതുവരെ റിപ്പോർട്ട് കൊടുത്തതായി ഒരു അറിവും ഇല്ല. എന്തായിരിക്കും? ഇന്നലെയല്ലേ 30-ാം ദിവസം? ഇന്നലെ 30-ാം ദിവസം ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് 30 എന്തായാലും ആണ്. നോക്കാം. ഇന്നാണെങ്കിൽ രാത്രി 12 മണി വരെ സമയമുണ്ടല്ലോ. അപ്പോഴല്ലേ 30 ദിവസം കംപ്ലീറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് പറയാം. എല്ലാവരോടും മഞ്ചേരിയിലേക്ക് എത്താൻ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് എല്ലാവരും, ജനങ്ങളിത് കാണുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ട സഖാക്കൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ പാർട്ടി ലൈൻ എന്ന് പറഞ്ഞ് നിങ്ങളെ ആ എന്താ പറയാ പറ്റിക്കപ്പെടുന്ന അവസ്ഥ കേരളത്തിലുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആ പ്രവർത്തകരുടെയും ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കും വേണ്ടി സംസാരിച്ചാണ്.
അപ്പൊ എന്നെ കുറ്റവാളിയാക്കി ജയിലിലടക്കാനാണ് ഈ പറയുന്ന പാർട്ടി ലൈൻ എന്ന് പറയുന്ന പാർട്ടിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട സഖാക്കള് പ്രത്യേകം ആ കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന റിസ്കുകൾ മുഴുവൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സാന്നിധ്യം 6-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരിയിലെ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ഒന്നും ഒരു പോസ്റ്റർ പോലും ചിലപ്പോൾ നിങ്ങൾ കാണില്ല. ഞാൻ 100 രൂപ കൊടുത്തിട്ടുള്ളൂ. അവന്റെ കയ്യിൽ കാശില്ല. ഇപ്പൊ ജനങ്ങള് സ്വയം തയ്യാറായി വരികയാണ്. അവർ സ്വയം പിരിവെടുത്ത് പോസ്റ്റർ അടിക്കുന്നു. ഇപ്പൊ ഇതിൽ വീഡിയോ ഇങ്ങനെ കാണുന്ന പല സ്ഥലങ്ങളിലും കൊടി കെട്ടുന്നു എന്റെ ചിത്രം വെച്ചുകൊണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നു അതാണ്. ഞാൻ പബ്ലിക്കിന്റെ റെസ്പോൺസാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ജനം ഇതിൽ ഒരുമിച്ച് ചേർന്നാൽ ആ ജനത്തിനോടൊപ്പം ഒരു അണിയായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞിടത്ത് തന്നെ എപ്പോഴും ഞാൻ നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ താങ്കൾക്ക് വലിയ അവകാശവാദങ്ങളൊന്നും ഉണ്ടായി ഈ പരിപാടിക്ക്. 50 കസേരയിടുന്നു. പിന്നീട് ഈ 1 ലക്ഷം ആളെ പങ്കെടുപ്പിക്കാനൊക്കെ പറയുമ്പോൾ അതിനുള്ള ശക്തിയൊക്കെ ആളുകൾ തന്നെയാണ്. നിങ്ങളോട് 50 കസേര എന്ന് പറയുമ്പോഴും അവിടെ 25,000 ആൾ പങ്കെടുക്കുന്നത് എനിക്കറിയാം. അപ്പം 50 കസേര പറയുന്നതാണല്ലോ, അത് കേൾക്കുമ്പോൾ മറ്റൊരു സുഖം ഉണ്ടാവും, ഒരു സമാധാനം. ആ സമാധാനം വെറുതെ അവരെ കെടുത്തിട്ടുണ്ടല്ലോ. വൈകുന്നേരം വരെ ആ സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച. ഇനിയിപ്പോ സമാധാനം കെടുത്താനുള്ള തീരുമാനമാണ്. അതുകൊണ്ടാണ് 1 ലക്ഷം ഉണ്ടാവുന്ന പറഞ്ഞത്. ആ 1 ലക്ഷം ജനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വികാരം അതാണ്. ഇതൊരു എന്താ പറയാ, ഇതൊരു ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. ജനങ്ങളുടെ വിഷയങ്ങളാണ് പറയുന്നത്. ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ ഈ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. RC എന്ന് പറയുന്ന സാധനം നാട്ടിലില്ല. ഈ വാഹനവുമായി കച്ചവടവുമായി ബന്ധപ്പെട്ട 10,000-കണക്കിന് ആളുകൾ എത്രയോ കാലമായിട്ട് പട്ടിണിയിലാണ്. അതുപോലെ ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകൾ മുഴുവൻ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോയി. അശാസ്ത്രീയമായ ടാക്സ് കാലം. നാഷണൽ പെർമിറ്റ് ലോറികൾ മുഴുവൻ പുറത്തേക്ക് പോയി. ഇന്നലെ വിളിച്ചൊരു പ്രധാന വിഭാഗം അതാണ്. അപ്പം അതോടൊപ്പം തന്നെ ഈ ടൂ വീലർ ഓടിക്കുന്ന ഈ ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന വാഹനമാണ്. എന്ത് ടൂ വീലർ? ഏറ്റവും കൂടുതൽ ഈ പോലീസ് ഹറാസ് ചെയ്യുന്ന ഈ ടൂ വീലർ യാത്രക്കാരെയാണ്. അപ്പൊ അവർ വിളിച്ചിരുന്നു. നമ്മുടെ പാർട്ടിയുടെ നയരേഖയിൽ ആ വിഷയമെന്ന് ഉൾപ്പെടുത്തി അവർക്കൊരു പ്രൊട്ടക്ഷൻ, ഈ പോലീസ് കാണിക്കുന്ന അനീതിയിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ മുഴുവൻ ടൂ വീലേഴ്സിനെയും പോലീസിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും അന്യായമായ പീഡിപ്പിക്കലിനും അന്യായമായ ഫൈൻ ഇടുന്നതിനും എതിരെയുള്ള ഒരു പ്രതിരോധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തീർക്കാൻ ടൂ വീലേഴ്സ് റൈഡേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ച് അതിനൊരു പ്രൊട്ടക്ഷൻ ഫോറം ഉണ്ടാക്കാൻ ഉള്ള തീരുമാനവും ഈ ഞായറാഴ്ചത്തെ വിഷയത്തിൽ നമ്മൾ പറയാൻ പോവാണ്. ഇത് സാധാരണക്കാരന്റെ വാഹനമാണ്. ആകെ 10 രൂപയ്ക്കും 12 രൂപ 12,000 രൂപക്കും ജോലി ചെയ്യുന്നതാണ്. 1000, 2000, 3000 ഫൈൻ അടച്ചാൽ എവിടെ എത്തും? അപ്പോൾ അത്തരം വിഷയങ്ങൾ, ജനങ്ങളെ താഴെ തട്ടിൽ തട്ടുന്ന വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. അത് തന്നെയാണ് ഇതൊരു ജനകീയ മുന്നേറ്റമാകുമെന്ന് പറയുന്നത്. അതുപോലെ നിലമ്പൂരില് പാർട്ടിയിൽ എന്നുള്ളത് പറഞ്ഞ മാത്രമായിരുന്നു വേദിയിൽ ഉണ്ടായിരുന്നത്. മഞ്ചേരിയിൽ നമുക്ക് വേദിയിൽ ഇടതുപക്ഷ നേതാക്കളെ ആരെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റും? ഒരാളും ഉണ്ടാവില്ല. ചിലപ്പോൾ അവിടെ സ്വാഗതവും ഈ പറയുന്ന നന്ദിയും പറയൽ ഞാൻ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാം. ഗീവ് മീ സം ടൈം. ഞാൻ പറഞ്ഞില്ലേ, 25 പഞ്ചായത്തിൽ താഴെ പോകുന്ന ഞാൻ പറഞ്ഞത്. അത് 50 ക്രോസ് ചെയ്തു ഞാൻ പറഞ്ഞു. ജില്ലകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സമീപ ജില്ലകളിൽ നിന്നൊക്കെ ഈ പറയുന്ന ആവേശക്കാരുണ്ട്. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം വരുമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. സമസ്തയുടെ മുഖപത്രം ഇന്ന് മുഖ്യമന്ത്രിക്കും ഒപ്പം സർക്കാരിനും വിമർശനമായിട്ട് പ്രസംഗം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് താങ്കൾ ഉയർത്തിയ ആരോപണങ്ങളിലും ഒളിച്ചു കളിക്കുന്നു എന്നാണ് സമസ്ത പറയുന്നത്. സമസ്ത കാരണം ഇവിടെ മലബാറിലെ ഒരു വലിയ ശക്തിയാണ്. അതില് സമസ്ത ഇപ്പൊ ഈ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകും. ഞാൻ പത്രമൊന്നും രാവിലെ കണ്ടില്ല. ഇറങ്ങിയിട്ടുണ്ടാകുന്ന പത്രദേശാഭിമാനി മാത്രമാണ്. സമസ്ത പറയുന്ന ഈ നിലപാട് തന്നെ ആയിരിക്കുമല്ലോ എല്ലാ പത്രങ്ങൾക്കും. അതിന്റെ വിവിധ രൂപത്തിൽ അവർ എഴുതിയിട്ടുണ്ടാവും എന്നുള്ളൂ. സമസ്ത പിന്നെയും കുറെ കാര്യങ്ങൾ വളരെ സത്യസന്ധമായി രാഷ്ട്രീയത്തിനപ്പുറം പറയുന്നൊരു പത്രമാണ് സമസ്ത. അവർ പൊതുവിഷയങ്ങളിൽ നന്നായിട്ട് ഇടപെടാറുണ്ട്. അപ്പം സാമുദായിക രാഷ്ട്രീയ സീമകൾക്കപ്പുറം പൊതുസമൂഹത്തിന്റെ ഒരു വിഷയം എന്ന നിലക്കായിരിക്കും സമസ്ത ഇത്ര എന്താ പറയാ ഓപ്പണായിട്ട് ശക്തമായി പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഈ NCP-യിലൊരു
പ്രശ്നം തോമസിനെ മന്ത്രി ഇന്നലെ അവർ പോയി കണ്ടു. പക്ഷെ മുഖ്യമന്ത്രി ശശീന്ദ്രന്റെ ഒപ്പമാണ്. ഇതിനിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. 3 ദിവസത്തോട് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത് തോമസ് കെ തോമസ് പറയുന്നു. തോമസ് കെ തോമസ് ബന്ധപ്പെട്ടിരുന്നോ? തോമസ് കെ തോമസ് ബന്ധപ്പെട്ടില്ല. ഇപ്പൊ എല്ലാരും ബന്ധപ്പെടാൻ പോകില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരാളെയും ബന്ധപ്പെടില്ല. ഇനിയിപ്പോ ചൊവ്വാഴ്ച സഭയിലെത്തല്ലോ, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇവരൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരുപാട് MLA-മാരുണ്ട്. അപ്പുറത്ത് ഈ പറയുന്നത് പോലെ തന്നെ മാറി നിൽക്കുന്ന CPM-ലെ MLA-മാർ പലരും, മുൻ MLA-മാരും മുൻ MP-മാരും ഒക്കെ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഈ എന്താ പറയാ, ഈ ഫീലിംഗ് ഉണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രബലനായ നേതാവ് CPM ആണോ? CPM ലീഡർ. താങ്കളുടെ യോജിച്ച് പാർട്ടിയുടെ അല്ല, പ്രവർത്തനമായിട്ട് ഇതൊരു പാർട്ടി സംവിധാനമായി പോവുകയാണെങ്കിൽ സഖാക്കൾ അതിനനുസരിച്ച് പ്രതികരിച്ചാൽ, സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സ്, ചെറുതും വലുതുമായവര്, ഈ എന്താ പറയാ, ഇതിപ്പോ ഒരു ട്രെയിനിന്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത്. ബോഗി പിന്നാലെ വരുന്നത്. എഞ്ചിൻ ഇങ്ങനെ പോകുമല്ലോ, കണ്ടിട്ടില്ലേ? നമ്മൾ ബോഗി കൊളത്താൻ വേണ്ടിയിട്ട് എഞ്ചിൻ മാത്രം അനുമതി കണ്ടില്ലേ? റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ കാണുമല്ലോ. അതുപോലെ ഇപ്പോഴത്തെ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ബോഗി പല സ്ഥലത്തായി കിടക്കുക. ഈ എഞ്ചിൻ ഇങ്ങനെ പോയി ഇവിടെ നിന്ന് കൊടുക്കും, പിന്നെ അങ്ങനെ പോകും, അവിടെ നിന്ന് കൊടുക്കും. അങ്ങനെ കേരളം മുഴുവൻ അങ്ങനെ ഒരു 2 റൗണ്ട് നടക്കുമ്പോഴത്തേക്ക് കുറെ ബോഗികൾ ഇതിൽ ഘടിപ്പിക്കപ്പെടും. അതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ഈ കണ്ണൂരിലെ നേതാവ് CPM-കാരനാണോ? അതെയാണ്. കണ്ണൂര് മാത്രല്ല, അല്ലാത്തടത്തുണ്ട്. ഈ ADGP-യുടെ വിഷയത്തിൽ CPI നാളം കെടുത്ത ഒരവസ്ഥയിലേക്ക് തോന്നുന്നു. അത് CPI പറയുന്നത്. CPIയെ കുറിച്ച് ജനങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അത് CPI നേതൃത്വം ആലോചിക്കട്ടെ. അപ്പൊ ഞാനത് പറയുന്നില്ല. പറയേണ്ട ഘട്ടം വരുമ്പോൾ നമുക്ക് പറയാം. പക്ഷെ CPI അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത്ര എനിക്കത് പറയാനുള്ളൂ വ്യക്തിപരമായിട്ട്. സംസ്ഥാനത്ത് 14 ജില്ലകളിലായിട്ട് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണൂർ സഖാക്കളുണ്ട്. അതിനാണ് ആ ഒരു വൈകാരികത. അതിപ്പോ ലീഗിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മലപ്പുറം എന്ന് പറയില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ ലീഗ് പ്രവർത്തകർ ഇപ്പൊ കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്ന് മലപ്പുറത്ത് വരുന്ന അവർക്ക് സന്തോഷമാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച്, ഇന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, നമ്മൾ പല ജില്ലയിൽ പാർട്ടിന്റെ പരിപാടിക്ക് പോയിട്ടുണ്ടല്ലോ. കണ്ണൂർ പോകുമ്പോൾ നമുക്ക് വേറെ സന്തോഷമാണ്. അത് ഓരോ പാർട്ടിക്കുണ്ടോ. കേരള കോൺഗ്രസ്സുകാർക്ക് കോട്ടയത്ത് പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതൊരു ഒരു സംഗതിയാണ്, ഈ നാട്ടിൽ നിലനിൽക്കുന്നതാണല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. അതുകൊണ്ട് കണ്ണൂർ എന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയാ, നമുക്ക് ഒരു ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ജില്ല എന്നിലായിട്ട് വരില്ലോ. മറ്റേ നമ്മുടെ ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് കോമാളി എന്നിങ്ങനെ ഇടക്കിടക്ക് പറയുന്നില്ല, അറിയാതെ പറഞ്ഞു വന്നു. അതിന്റെ ഞാൻ വിശദീകരിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. താങ്കളുടെ പാർട്ടി കേരളം മൊത്തം ഒരു പാർട്ടി ആയിരിക്കാതെ മലപ്പുറത്തും ഈ കോഴിക്കോടും പാലക്കാടൊക്കെ മാത്രം ഒതുങ്ങി നിൽക്കുക. അപ്പൊ വിപുലമായിട്ട് കേരളം മൊത്തം താക്കാനുള്ള ഒരു പദ്ധതി എന്താണ്? നമ്മൾ ഈ പറയുന്ന മുഴുവൻ കേരളത്തിൽ ജനങ്ങളോടാണല്ലോ. അതൊരു മലപ്പുറം പാർട്ടി, കൊണ്ടോട്ടി പാർട്ടി, കേരള പാർട്ടി, മലബാർ പാർട്ടി എന്നല്ല. നമ്മൾ കേരളത്തിൽ, ഞാൻ പറയാം, കേരളത്തിലെ ജനങ്ങളുടെ സാന്നിധ്യവും അവരുടെ എന്താ പറയാ നിലപാടിനുമനുസരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഈ ദേശീയ പാർട്ടികൾ പലരും സഹകരിക്കാറുണ്ട്. അതിന്റെ അടിയിൽ വേറെ ഇന്നലെ ഞാൻ 2-3 തിരുമേനിമാരെ പോയി കണ്ടു, ബിഷപ്പ്മാരെ, ഈ മലയോര വിഷയവുമായി ബന്ധപ്പെട്ട്. അവരൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ഗവൺമെന്റ് അഡ്രസ് ചെയ്യാതെ പോയിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം. ഇപ്പൊ ഞാൻ ഈ മോട്ടോർ സൈക്കിള് ഓടിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതുപോലെ മറ്റൊരു വിഷയമാണ് ഈ മലയോര മേഖലയിലെ ഈ പറയുന്ന മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, വന്യമൃഗശല്യം. അപ്പം ആ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ സമൂഹമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഇതേ മനസ്സിലാണ്. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളോടൊപ്പം എനിക്കല്ല പിന്തുണ, വിഷയത്തിനാണ് പിന്തുണ. അതാ മനസ്സിലാക്കേണ്ടത്. ഒരു കർഷകന്, മലയോര കർഷകൻ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടിരുന്നു. അപ്പൊ ഈ മലയോര വിഷയം താങ്കൾ സീരിയസ് ആയി ഉന്നയിക്കുകയാണെങ്കിൽ അത്തരം ഒരാളുകളുടെ പിന്തുണ വലിയ തോതിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതെ, ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന മലന്റെ മുകളിലാണ്, ഈ വീട് നിൽക്കുന്ന മലന്റെ മുകളിലാണ്. ഈ മല ഇങ്ങനെ കയറി മേലോട്ട് പോകും. പാറാൽ എന്ന് പറഞ്ഞ മലയാണ്. ആ മലന്റെ ഇവിടുത്തെ എൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ മലയോര വിഷയം നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ജനിച്ച് വീണ മണ്ണ് തന്നെ മലയോരാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ കണ്ണ് തുറന്നാൽ കാണുന്ന ഈ കുന്നുമലകളാണ്. ആ വിഷയം നമ്മൾ ഏറ്റെടുക്കും. ഈ കണ്ണൂരിലെ പ്രബലനായ നേതാവാണ് പാർട്ടി സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആളെന്നെയാണോ? അല്ലല്ല,
പാർട്ടി സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആൾ തന്നെ. പി ജയരാജനാണോ? അല്ലല്ല, ഇത് വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെ സാധുക്കളെ പേരുണ്ട്. ആ സാധു ഇല്ലെങ്കിൽ തന്നെ ആരോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇടങ്ങാറായി. എനിക്ക് എന്നെ കുറെ തെറി വിളിക്കേണ്ടി വന്നത് എൻ്റെ കൂടെ അല്ല എന്നാക്കാൻ വേണ്ടി. ഞാൻ ആ സാധുവിനെ വിളിച്ചിട്ട് പോലും ഇല്ല. ഞാൻ പറഞ്ഞ നീപ്പിനെ പോലും വിളിക്കാൻ കാരണം ഞാൻ ഈ പരിപാടി തുടങ്ങുമ്പോൾ ഇവരെയൊക്കെ വിളിച്ചാൽ ഇതിങ്ങനെ ഒരു കൂടിയാലോചനയുടെ അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമാണ്. വെറുതെ ഒരു കാര്യമില്ല, അവര് അതിൽ കുടുങ്ങേണ്ട ആഴ്ച ഒരാളെ വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പാവം പി സഖാവ് കുറെ എന്നെ തെറി വിളിക്കേണ്ടി വന്നത്. KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പിന്തുണ എന്നാണ്. പിന്തുണ ദേശീയ തലത്തിലേക്ക് അല്ല, അതാ ഞാൻ പറഞ്ഞത്. എനിക്കല്ല പിന്തുണ. ഇപ്പൊ തിരുമേനിമാര് പിന്തുണക്കുന്ന എന്നെയല്ല, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പിന്തുണയ്ക്ക വിഷയ ഈ പൊതുസമൂഹം പിന്തുണക്കുന്ന എന്നെയല്ല, ഈ വിഷയങ്ങളെയാ. ഇപ്പൊ KC അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ KC പറയുന്നത് എന്താ? അൻവർ ഉന്നയിച്ച വിഷയങ്ങളോട് ഞങ്ങൾ തയ്യാറാണ്. പ്രതിപക്ഷ നേതാവും പറഞ്ഞല്ലോ ആ വിഷയങ്ങൾ ശരിയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞല്ലോ ശരിയാണ്. ജോസ് കെ മാണിയോട് പോയി നിങ്ങൾ ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ അദ്ദേഹം പറയും. ജോസ് കെ മാണിയോട് നിങ്ങൾ ചോദിക്കും, ഈ മലയോര വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആ വിഷയം അഡ്രസ് ചെയ്തിട്ടുണ്ടോ? ഈ കർഷകരുടെ വിഷയം മാത്രമല്ല, ഈ പറയുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, മനുഷ്യ വന്യജീവി ആക്രമണത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത നിലപാടുകളിൽ താങ്കൾ തൃപ്തനാണോ എന്നൊരു ചോദ്യം നിങ്ങൾ ഈ മലയോര കോൺഗ്രസിന്റെയും കൂടി നേതാവായ ബഹുമാനപ്പെട്ട മാണി സാറിന്റെ മകനോട് നിങ്ങളൊന്ന് ചോദിക്കും. അദ്ദേഹം തൃപ്തനാവില്ല, അതേ പറയാൻ പറ്റുള്ളൂ തന്നെ. കാരണം അത് യാഥാർത്ഥ്യമാണ്. അല്ല, അത് വരുന്ന കാര്യമില്ല. എനിക്ക് അങ്ങോട്ടും പോകലും ഇങ്ങോട്ടും വരാം. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകാലോ. പാലം ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലസ് ആയിട്ട് നടക്കാം. ഈ മലയോര മേഖലയിൽ പ്രശ്നം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായി വനംവകുപ്പിനെതിരെ പറയേണ്ടി വരും. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അപ്പൊ താങ്കൾ വീണ്ടും ഒരു പരിസ്ഥിതിക്കെതിരെയുള്ള ഒരാളെന്ന രീതിയിൽ വീണ്ടും ചിത്രീകരിക്കപ്പെട്ടു. അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അതൊക്കെ നമ്മൾ എത്ര കേട്ടതാ. അതൊന്നും എന്താ കരിവാരി തേച്ചിട്ട് ഞാൻ ഓടിക്കളയുന്ന ആരും വിചാരിക്കണ്ട. ജയശങ്കരം കരിവാരി തേക്കാൻ വന്നല്ലോ, എന്നിട്ട് ഇപ്പൊ എന്തായി? നന്നായി അദ്ദേഹം അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ MLA എന്ന 3 വർഷത്തില് തളച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ കൂട്ടിയേ വേണ്ട. ആ തളച്ചിടലിൽ ഞാൻ നിൽക്കൂല. ഞാൻ മാന്യമായ മനുഷ്യരോട് മാന്യമായി പെരുമാറും. ഗുണ്ടകളോട് അതിഗുണ്ടയായി പെരുമാറും. സാധുക്കളോട് അതിസാധുവായി പെരുമാറും. അപ്പൊ അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ടി വി അൻവറിന്റെ സ്വഭാവം അത് തന്നെയാണ്. അപ്പൊ ഞാൻ നല്ലവനായില്ലെങ്കിൽ ഞാൻ നല്ലവനാന്നുള്ള വാദം എനിക്ക് ആദ്യം മുതലേ ഇല്ല. എന്നോട് ഈ സമൂഹത്തിനോട് എങ്ങനെ പെരുമാറുന്നോ ആ പെരുമാറുന്നവരോട് അങ്ങനെ തന്നെ പെരുമാറും. അതാണ്. കുത്തുമ്പോ കൊമ്പനോട് കുത്തുന്ന് പറഞ്ഞല്ലോ. കൊമ്പൻ വന്ന് കുത്തിയപ്പോ എന്തായി? ആ വിഷയത്തിൽ അത്രേ ഉള്ളൂ. പക്ഷെ കുത്തുന്നത് ന്യായത്തിന് വേണ്ടിയാവണം. ആ ന്യായമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ കുത്തും. അത് എത്ര കൊമ്പന്മാര് അപ്പുറത്തുനിന്ന് വന്നിട്ട് മറ്റേ കുങ്കിയാനുണ്ടല്ലോ, ഒരു 10-15 കുങ്കിയാനപ്പം റെഡി ഉണ്ടല്ലോ എന്നെ കുത്താൻ. എന്നിട്ടിപ്പോ എന്തായി? 4 ചാനലിരുന്ന് കുത്തി നോക്കുന്നുണ്ടല്ലോ. എവിടെയാ പൊളിയുന്നത്? പിന്നാമ്പറ പൊളിയുന്നത്. അത്രേ ഉള്ളൂ അതില്. കെട്ടിച്ചേരി താങ്കൾ ഒരു ഘട്ടത്തിൽ പിന്തുണമായി വരുന്നു. പിന്നീട് കെട്ടിച്ചേരി പൂർണ്ണമായും താങ്കളെ ഇപ്പൊ തള്ളി പറഞ്ഞു. ഇപ്പൊ താങ്കളുടെ പിന്നീട് താങ്കളെ പിന്തുണയ്ക്കുന്ന ഒരു കണ്ണൂരിലെ പ്രബലനായ നേതാവ് ഉണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ നാളെ അവരെയും പാർട്ടി ഡീല് ചെയ്യില്ലേ? ജലീലിൽ നിന്ന് പിൻവലിച്ചിട്ടില്ലല്ലോ. ജലീൽ ഏത് കാര്യത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? ADGP അജിത് കുമാറും സുജിത്നാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ PV അൻവർ പറയുന്നതിനോടൊപ്പമാണ് ഞാൻ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഞാനില്ല. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ അതിനപ്പുറത്തേക്ക് അല്ല. ഓരോരുത്തർ ഇഷ്ടമല്ലേ? പാർട്ടി ആവശ്യപ്പെട്ട താങ്കൾക്കെതിരെ പ്രചരണത്തിന് ഇറങ്ങുന്നത് ആയിക്കോട്ടെ. പാർട്ടി ആവശ്യപ്പെട്ട പ്രചരണത്തിന് എതിരുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ കാര്യമല്ലല്ലോ, അവിടുന്ന് ഇങ്ങോട്ടുള്ള കാര്യത്തിലല്ലേ ഉണ്ടാവുള്ളൂ. അത് നടത്തിട്ട് തന്നെ. അത് നമ്മളെ നല്ല സുഹൃത്തല്ലേ. പ്രചരണത്തിന് നമുക്ക് നല്ല കൈകൊട്ടി പിന്തുണ കൊടുക്കാം. എന്തിനാണ് ഞാൻ ആകെ കണ്ണൂരിൽ ജയരാജന്മാര് മാത്രം. ആ സാധുക്കൾ എവിടെ ഇരുന്നോട്ടെ. അതിനകത്ത് ഒരു അകൽച്ചില്ലായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ കണ്ണൂരുണ്ടല്ലോ. EP അല്ലേ? അതൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഈ രാഷ്ട്രീയത്തിന് എങ്ങനെ മാറിയിക്കാൻ പറ്റില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് പാർട്ടി സെക്രട്ടറി ആ പാർട്ടിയിൽ ഇപ്പൊ എന്ത് തീരുമാനിക്കാൻ കഴിയുന്ന ശേഷി ഒരാൾക്കുണ്ടല്ലോ. അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു അതൊക്കെ നടക്കും. ഇന്നിപ്പോ ഒരു അത്ഭുതകരമായി തോന്നണ്ട. അല്ലാതെ ആര് അദ്ദേഹത്തിന് അത്ര ശേഷിയുണ്ട്.
ഞാനത് കുറച്ച് കാണില്ല. അത് അദ്ദേഹത്തിന്റെ കഴിവാണ്. ഇപ്പൊ തൃശ്ശൂരിൽ ഒരു സീറ്റ് BJP ഉണ്ടാക്കി കണ്ട് അത് BJPയുടെ കഴിവാണ്. അതിന് അതില് അത് ഉണ്ടാക്കി കൊടുക്കുന്നവരെ, അതിന് സഹായിച്ചവരെ തേടേണ്ടത്. അതിന് BJPയുടെ നെഞ്ഞത്തല്ലേ കയറേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സീറ്റ് ഇട്ടാൽ എല്ലാ ഗെയിം എല്ലാവരും കളിക്കും. അവര് ബുദ്ധിപരമായി കളിച്ചു. അതിന് ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഈ പോലീസിനെയുമാണ് ഉപയോഗിച്ചത്. അതാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അല്ല BJPക്ക് ഒരു സീറ്റ് കിട്ടിയതിന് അവരെ കുറ്റം പറയാൻ പറ്റുമോ? അത് അവരുടെ മിടുക്ക്. ആ മിടുക്കിന് കൂട്ട് നിന്ന് ഈ കള്ളക്കളി നടത്തിയ പോലീസും ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും അവരെ കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ അതിലെ യാഥാർത്ഥ്യം. സബിക